ആദ്യത്തെ ദിവസം 1 മണിക്ക് എടുത്തു, 2 ദിവസം കഴിയുമ്പോൾ 2 മണി വരെ ഇരിക്കും, 4 ദിവസം കഴിയുമ്പോൾ 5 മണി വരെ, ഒരു 6 ദിവസം കഴിയുമ്പോൾ നമുക്ക് രാവിലെ. അപ്പോൾ ദിവസം കൊണ്ട് ഒരു 10 ദിവസം കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഒട്ടിയാലിരിക്കും. ഇപ്പം മെനങ്ങാതെ ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ഞാനതിവിടെ അടുത്ത് വെച്ചു. രാവിലെ ചെയ്യുമ്പോൾ എൻ്റെ ഇവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഒട്ടിച്ച സാധനം ഇവിടെ ഇരിക്കുന്നു. കാരണം ഞാൻ തന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു. ദിവസം ചെയ്യുന്ന ആളായുണ്ട്, കൺട്രോളുണ്ട്, പതുക്കെ എടുത്തിങ്ങനെ. അത് നമ്മൾ ഉറക്കത്തിൽ അറിയാതെ ചെയ്യുന്നതാണ്. ഇതാണ് പേപ്പർ പ്ലാസ്റ്ററിൻ്റെ ടെക്നിക്ക്. പിന്നെ ഒരു ടെക്നിക്ക് ഉള്ളത് മൂക്ക് അടച്ചിട്ട് നടക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്വാസം പോകുന്ന മൂക്കുണ്ടല്ലോ, ആ മൂക്ക് ഈ മൂക്ക് കൂടെ, ഈ വലത് മൂക്ക് കൂടെ, അത് കൂടെ നടക്കുക. അപ്പം എന്ത് പറ്റും? ചെറിയ ശ്വാസം കയറാത്ത മൂക്ക് കൂടെ കയറിയല്ലേ വെക്കും. അപ്പം നമുക്ക് ആകെപ്പാടെ ഒരു വെപ്രാളം വരും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് മറ്റേ മൂക്ക് തുറക്കണം തോന്നും. അപ്പം നമുക്ക് തുറക്കാം. അപ്പം അത്രയും നേരം നമ്മൾ ശ്വാസം ചെറുതാക്കിയില്ലേ. അങ്ങനെ ശരീരത്തെ പരിശീലിപ്പിക്കുകയാണ് നമ്മൾ കുറച്ച് കാലം ചെയ്യുന്നത്. 6 മാസം കൊണ്ട് നമ്മൾ ശ്വസിക്കുന്നത് അടുത്ത് വന്ന് ശ്വാസം ഈ ഉത്സവ പറമ്പിലൊക്കെ പ്രതിമ പോലെ നിൽക്കുന്ന ആളുകൾ, അതുപോലെ നമുക്ക് നിൽക്കാൻ പറ്റും. അതാണ് ശരിയായ ശക്തൻ്റെ ലക്ഷണം. അങ്ങനെയുള്ള ആളിന് യോഗം കിട്ടി എന്ന് പറയാം. അതായത് അവൻ്റെ ബ്രീത്ത് അവനിൽ തന്നെ അടങ്ങുന്നു എന്നുള്ളതാണ് യോഗം. 25 പേര് നിൽക്കുന്നുണ്ട് ഇവിടെ പോലീസ് പട്ടിക. കള്ളൻ്റെ ശ്വാസം എന്താവും? എത്രയൊക്കെ വലിച്ചു പിടിച്ചാലും കള്ളൻ്റെ ശ്വാസം ചൂടാവില്ലേ, പട്ടിയെ കണ്ടോളൂ. അപ്പം ഒരു ജന്തു അമിതമായി ഒരു സ്രവം പുറപ്പെടുവിക്കുകയാണെങ്കിൽ, ഒരു ഗന്ധം പുറപ്പെടുവിക്കുകയാണെങ്കിൽ, ആ ജീവി ഒരു പെസ്റ്റ് റെസിസ്റ്റേഷനാണ് ചെയ്യും ഇല്ലേ? മറ്റൊരു ശത്രുവിനെ തടയാനല്ലേ നോക്കുന്നത്, ഒരു ജീവി മണം പ്രവർത്തിക്കും. അപ്പം നീ നിന്റെ ശ്വാസം പിടിപിടാ അടിക്കുന്നു, പട്ടിയെ കണ്ട് നീ പേടിച്ചിരിക്കുന്നു, നിന്റെ മണം വരുന്നു, പട്ടി വിചാരിക്കും നീ അവനെ പിടിക്കാൻ വന്നു. മറ്റു മൃഗത്തിനറിയാം, ആന, എല്ലാ മൃഗങ്ങളാണ്. ഒരുപാട് വന്യജീവി സങ്കേതങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് അനുഭവമുണ്ട്. പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ അടുത്തേക്ക് വരുത്താനുണ്ട്. അതിൻ്റെയൊക്കെ പരിശീലനം അവർക്ക് ആ ജീവികളുമായിട്ട് ഭയമുണ്ട്. ശ്വാസം ക്ലിയറാണ്. അപ്പോൾ ആ ജീവിക്ക് ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടില്ല. നമുക്കറിയാം ഇവനെ അടുത്ത് വരാണെങ്കിൽ ഇവനെ പിടിക്കണം, കിട്ടിപ്പോയി മുയലിനെ. പിന്നെ അതുപോലെ തന്നെ സിംഹം അതിലേ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും പേടിക്കാം. അപ്പോൾ സിംഹത്തിന് മനസ്സിലായി അവർ പേടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. ഇതാണ് ആനിമൽസിൻ്റെ ബ്രീത്തിങ്ങിൻ്റെ കാര്യം. അതുപോലെ ആനിമൽസിൻ്റെ കിടപ്പ്, അതുപോലെ ആനിമൽസിൻ്റെ ബ്രീത്തിൻ്റെ നമ്പർ, അതിൻ്റെ ഏജുമായിട്ട്. ഇപ്പോൾ ഒരു ആമ ഒരു മിനിറ്റിൽ 3 പ്രാവശ്യമേ ശ്വസിക്കും. അതിന് 300 വയസ്സ് വരെ ജീവിക്കാനുള്ള കഴിവ്. ഒരു ആമയുടെ വയസ്സൊക്കെ ഇപ്പോൾ അളക്കാൻ പറ്റും. ഇത്രയുള്ള ഒരു ആമ ഒരു 60 വയസ്സൊക്കെ ഉണ്ടാവും. ചെറിയ ആമയില്ല, മനസ്സിലാ, വളർച്ച അങ്ങനെ 300 വയസ്സ് ചെയ്യും. 12 പ്രാവശ്യം ശ്വസിക്കുന്ന ആന ഒരു മിനിറ്റ്. ആനയ്ക്ക് ആവറേജ് വയസ്സ് 120. ആനയുടെ ശ്വാസം മാറുന്നേ ഇല്ല. ആനയ്ക്ക് ആരെയും പേടിയില്ല, ആമയ്ക്കും ആരെയും പേടി. നമ്മുടെ ശ്വാസം ഒരു മിനിറ്റിൽ നമുക്ക് 12 ശ്വാസമാണ് പറഞ്ഞത്. അത് നമ്മൾ 10 ശ്വാസത്തിലേക്ക് ആക്കുകയാണെങ്കിൽ 200 വയസ്സ്. ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നതുമല്ല ഈ കാര്യം. 4-5 ദിവസം ശ്വാസം പഠിച്ച് അനുഭവിച്ച ശേഷമേ ഈ ശ്വാസത്തെക്കുറിച്ച് നമുക്കത് ഒരാളിന് കിട്ടണം. മഞ്ഞക്കാമലയിലും ഡയബറ്റീസിലും തൈറോയിഡ് മൂത്ര ചികിത്സ അത്ഭുതമായിട്ട് കൊടുക്കും. ഇത് രണ്ടും കൂടെ അടുത്താണ്. ശ്വാസം കറക്റ്റ് ചെയ്ത് കൊടുക്കുക, രോഗിയെ വാ അടപ്പിക്കുക, രാത്രി വാ അടപ്പിക്കുക, വെള്ളം കുടിപ്പിക്കുക, നടത്തിക്കുക, മൂത്രം കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഡയബറ്റീസ് മാറി അയാളുടെ ഡയബറ്റീസ് കംപ്ലീറ്റ് മാറണമെന്ന് നമ്മൾ തെറ്റ്. ഡയബറ്റീസ് എന്നല്ല, പാർക്കിൻസോൺസ് അടക്കമുള്ള അസുഖങ്ങളിൽ കംപ്ലീറ്റ് മാറുന്നവിടെ കാണും. എനിക്കിപ്പോൾ വട്ടുന്ന ആളുകൾ പറയും, കാരണം പാർക്കിൻസോൺസ് മാറും. ഇപ്പോൾ വന്ന് അവൻ്റെ തന്നെ ശ്വാസം കയറിയെന്ന് പറയും. നമ്മൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പാണ് ഞാനിത് പഠിച്ചത്. ഈ 2 കൊല്ലം മുമ്പ് പഠിച്ച സമയത്ത് പോലെ നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങിയ രോഗികളിൽ ഈ പാർക്കിൻസോൺസ് രോഗികൾ, ആസ്മ രോഗികൾ, പല്ലിന് കുഴപ്പമുള്ള പല്ല് കെട്ടുന്ന രോഗികൾ,
പിന്നെ ഒരുപാട് രോഗികൾ, ഡയബറ്റിക് രോഗികൾ, പാർക്കിൻസോൺസ് പേഷ്യൻറ്റ്, എപ്പിലെപ്സി, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ഈ ഹൈപ്പർ വെന്റിലേഷൻ കൊണ്ടാണ് ഈ അസുഖം മനസ്സിലാക്കിയിട്ട് അവരെ ചികിത്സ. റൂമി തിരിച്ച് റൂമി ലാസ്റ്റ് റൂമി എന്റെ മോന്തി എടുക്കാനാണ് നമ്മള് വന്നത്. അതപ്പോ ഞാൻ ഷൂട്ട് ചെയ്യും. നീ എന്തിനാ ഇവിടെ വന്നേ? ഞാന് പിന്നിലേക്ക് വീഴണം അങ്ങോട്ട്. നീ എന്തിനാ ഇവിടെ വന്നേ? വെറുതെ പുഴ വേണം.